സജു മോഹൻ, ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ, കാൽ നൂറ്റാണ്ടിലേറെയായി കയ്യിലുള്ള ആ രാഷ്ട്രീയ ദുർഗം, അത് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ നഷ്ടപ്പെടും എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. അങ്ങനെ ഒരു പ്രതീതി ഇന്ത്യയിൽ പരന്നിരിക്കുന്നു. ഇന്ത്യയാകെ ദില്ലിയിലേക്ക് ഉറ്റുനോക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ എന്താണ്? പ്രവചനത്തിൻ്റെ സമയമല്ല എങ്കിൽ പോലും അവകാശവാദങ്ങളുടെ സമയം അവസാനിച്ചിട്ടില്ല. സജു മോഹൻ, പറയൂ. ശ്രീ ഷാജി സാറ് വളരെ കൃത്യമായൊരു വിശകലനമാണ് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് ഇവിടെ അവതരിപ്പിച്ചത്. അതിന് വളരെ നന്ദി. അതോടൊപ്പം തന്നെ ഞാനവിടെ 10 ദിവസത്തോളം അവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം നടത്തുന്നതിന് ഓരോ മണ്ഡലങ്ങളിലും ഓരോ പ്രവർത്തകരെയും പോയി കണ്ട് നേരിട്ട് കണ്ട് നമ്മൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു 40 മണ്ഡലങ്ങളോളം നമുക്ക് 15% വോട്ട് കൂടുതൽ കിട്ടുന്ന മണ്ഡലങ്ങളാണുള്ളത്. അതായത് ഒരു 40 മണ്ഡലങ്ങളോളം നമുക്ക് ഏകദേശം ഒരു 15,000 മുതൽ 20,000 വോട്ട് നമുക്ക് ലീഡ് കിട്ടുന്ന മണ്ഡലങ്ങളാണ്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ പൊസിഷൻ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രചരണവും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുർഗേഷ് പട്ടക് ഇപ്പം നമ്മൾ ഓരോരോ മണ്ഡലങ്ങളായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവിടെ ആ ഒരു ഡൽഹി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന അവർക്ക് ആ ഒരു പ്രോഗ്രസ് കാർഡ് ഉള്ളവരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ ആം ആദ്മി പാർട്ടി ഒഴിവാക്കിയ 18 MLA എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവരുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 18 MLA റിപ്പോർട്ട് വളരെ നെഗറ്റീവാണ് വന്നത്. അതിൽ ഒരു MLA വാർഡ് ഞാൻ പോവുകയുണ്ടായി. ആ കൗൺസിൽ അവിടെ മത്സരിച്ച ഒരു MLA വാർഡ്, അതായത് ആ വാർഡിൽ വിനയകുമാറാണ് നമ്മുടെ സ്ഥാനാർത്ഥി. പഴയ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ഞാൻ അവിടെ ഇൻഡിവിജ്വലി ജനങ്ങളെ കണ്ടിട്ട് ഒരു ഫീഡ്ബാക്ക് സംഘടിപ്പിക്കാൻ എൻ്റെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഞാൻ കുറച്ച് പേരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MLA കഴിഞ്ഞ 5 വർഷം ഇവിടെ ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പോൾ അത് ശ്രീ കേജ്രിവാൾ അത് കൃത്യമായി ഇടപെടുകയും അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരികയും അത് BJP ഉപയോഗപ്പെടുത്തുന്നതിന് രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് അവർ 8 MLA അടർത്തിയെടുത്തുകൊണ്ട് എന്തോ കേജ്രിവാൾ അഴിമതിക്കാരനാണെന്ന ഒരു ചിത്രം ഇപ്പോൾ കാലങ്ങളായിട്ട് കൊണ്ടുവരുന്നില്ല. ED CBI കഴിഞ്ഞതിന് ശേഷം സ്വന്തം പാർട്ടിക്കാരെ അടർത്തിയെടുത്തുകൊണ്ട് അവരൊരു തന്ത്രം മെനഞ്ഞ് അവിടെ കാണിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 40 സീറ്റ് നമ്മൾ കൃത്യമായിട്ട് വിജയിക്കുന്ന സീറ്റുകളാണ്. പിന്നെ ഒരു 18 സീറ്റോളം നമുക്ക് ഒരു കൃത്യമായ മത്സരം നമ്മൾ BJPയുമായിട്ടാണ്. അവിടെ കോൺഗ്രസ്സിന് യാതൊരുവിധ കോൺഗ്രസിൻ്റെ കാലാവസ്ഥയില്ല, രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസ്സിന് ഒട്ടും അനുകൂലമല്ല. അവിടെ ഒരു 3000 വോട്ടോ 2000 വോട്ടിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടി എന്നതിൽ ഉപരി കോൺഗ്രസ് അവിടെ ഒരു പിക്ചറിലേ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു വോളണ്ടിയർ എന്ന നിലയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം, ഞങ്ങളൊരു 48 മുതൽ 50 സീറ്റ് വരെ കിട്ടി നമ്മൾ ഡൽഹിയിൽ അധികാരം തുടരും എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് വിശ്വസിക്കുന്നത്. ഓക്കെ സഞ്ജു മോഹൻ.